മോന് കാൽപ്പാടുകളെ പറ്റി പഠിക്കാനുണ്ട്. പലതരം കാൽപ്പാടുകൾ വരയ്ക്കണം. അതൊന്ന് സംഘടിപ്പിക്ക്. പെട്ടെന്ന് വേണം, നാളെ പരീക്ഷയാ. ഓ, പണിയായി. അതെ, ഇനി കാലിൽ പാടുള്ളവരെ കണ്ടുപിടിക്കേണ്ട സൂത്ര. എടോ, കാലിലെ പാടല്ല, കാൽ നിലത്ത് പതിക്കുമ്പോഴത്തെ പാടാ. താൻ പോയി കുറെ പേരുടെ കാൽപ്പാടുകൾ പതിപ്പിച്ചു വെക്കേ. ഞാൻ അപ്പോഴേക്കും ആ മണ്ടന് കാൽപ്പാടിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. കാൽ പതിപ്പിച്ച് പാടുണ്ടാക്കിയ പോരെ? മതി മതി, ഹി ഹി ഹി. ഹാവു, അത് ശരി, നോക്കിക്കോളൂ. നടപ്പ് ഒഴിവായി കിട്ടി. കാൽപ്പാടുകൾ കണ്ടുപിടിക്കുന്നത് വലിയ പാടുള്ള കാര്യമല്ല. ഒരു കാൽ ഒരു തവണ വെച്ചാൽ ഒരു പാടേ ഉണ്ടാകും. ആ മണ്ണ ശീരുവിനെ കാണാനില്ലല്ലോ. 72 കാൽപ്പാടുകൾ റെഡി. ഒന്ന് മൂക്കൻകുന്നിന്റെ താഴെ, 3 ജലദോഷിക്കുന്നിന്റെ പിന്നിൽ. സ്റ്റോപ്പ്. ഈ ദൂരമൊക്കെ മോൻ നടക്കാനോ? നടപ്പില്ല. മോനെ നടത്തി ക്ഷീണിപ്പിക്കാൻ പറ്റില്ല. നാളെ പരീക്ഷയാ. എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുപോടോ. മൂക്കൻകുന്നിന്റെ താഴെ മതി. മൂക്കൻകുന്നിന്റെ താഴെ എല്ലാവരും വന്ന് കാല് പതിച്ചു. മതി. ഇനി മോൻ ചെന്ന് ഓരോന്നായി വരച്ചോ. കൃത്യം ഇതേ സ്ഥലത്താ എല്ലാരും കാല് പതിപ്പിച്ചത്. ബബ്ബൻ ആനയെ അവസാനം പതിപ്പിച്ചത്. അയ്യോ, സിംഹത്തിന്റെ കാൽപ്പാട് ശരിക്കും പതിഞ്ഞു.